പണ്ട് കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പേര് ഉമ്മൻചാണ്ടി. സജന ബി സാജൻ അറിയുമോ എന്തോ? സരിത എന്നൊരു അഴിഞ്ഞാട്ടക്കാരിയെ കൂട്ടി ഉമ്മൻചാണ്ടിയെ സമൂഹ മധ്യത്തിൽ കരിവാരി തേച്ച് ഒട്ടിച്ചപ്പോൾ ഇവളുമറക്കെ എവിടെയായിരുന്നു? സതീശനും രമേശനും എവിടെ ആയിരുന്നു? ഗോവിന്ദചാമിയെ തൂക്കിക്കൊല്ലാൻ എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയെ ദിവ്യ അറിയുമോ? നവീൻ ബാബുവിന്റെ വീട്ടിൽ ഒരു സ്ത്രീ വിധവ ആയും രണ്ടു പെൺകുട്ടികൾ അച്ഛനില്ലാതെയും നിൽപ്പുണ്ട്. അതിന് ഉത്തരവാദിയായ ദിവ്യയാണോ കവലപ്രസംഗം നടത്തുന്നത്? ആദ്യം പോയി ഈ പീഡനം എന്താണെന്ന് പഠിക്കൂ, എന്നിട്ട് വാ പടി അടക്കാനും നടക്കിരുത്താനും. ഒരു പുരുഷനെയും അനാവശ്യ കള്ളക്കഥകൾ മെനഞ്ഞു പീഡനം കെട്ടി ചമച്ച് ആനയുടെ ഗർഭം പോലെ സീരിയലാക്കി കൊണ്ടുവന്ന് മാനം കെടുത്താൻ ഏതവൾ വന്നാലും ഏതറ്റം വരെ പോയാലും അമ്പലം വിഴുങ്ങിയ പോലെ ആവില്ല. ഞാനും ഒരു പെണ്ണല്ലേ എന്ന് ചോദിക്കുന്നവരോട്, എൻ്റെ FB വാളിൽ വന്ന് മെഴുകിയവരോട്, അതെ ഞാനും ഒരു പെണ്ണാണ്, അമ്മയാണ്, ഭാര്യയാണ്. എന്നാൽ നിൽക്കേണ്ട നിലക്ക് നിൽക്കണം. ആണുങ്ങളെ അങ്ങനെ പലതും പറയും. അതൊക്കെ കേട്ട് കട്ടിലിൽ കിടക്കാൻ തുടങ്ങിയാൽ പിന്നെ ഗർഭം ധരിക്കാൻ മാത്രമേ സമയം കാണൂ. ഇഷ്ടമുള്ള പുരുഷനെ വീട്ടിൽ കാട്ടിക്കൊടുത്ത് കല്യാണം കഴിച്ചിട്ട് പോരെ പിന്നെയുള്ള കാര്യങ്ങൾ. ആദ്യം ചെയ്യേണ്ടത് പിന്നെയും ചെയ്യേണ്ടത് ആദ്യവും. ഏത് ചെളിയിലും കാലുകുത്തിയാലും മുന്നിൽ കാണുന്ന വെള്ളത്തിൽ കാല് കഴുകി പുരുഷൻ പോകും എന്നറിയാത്ത ഏത് പെണ്ണാണ് ഇന്നത്തെ കാലത്തുള്ളത്? ഒരു പെണ്ണിന് അവളുടെ മാനം എത്ര വിലപ്പെട്ടതാണെന്ന് അവൾക്കറിയില്ലേ? എന്നിട്ടും സോഷ്യൽ മീഡിയ വഴി നടത്തുന്നതാണോ ഗർഭത്തിന് ഉത്തരവാദിയെ ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയില്ലേ ബാഡ് ടച്ച് ആൻഡ് ഗുഡ് ടച്ച്? ഇക്കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പെൺകുട്ടിയെ ബലാത്സംഗ ചെയ്ത കേസിൽ കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്തു ജീവപര്യന്തം തടവ് വിധിച്ചു. ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തപ്പോ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത കുറെ അവന്മാരെ ഞാൻ കണ്ടു. ഒരു കൊച്ചിന്റെ അതേ സാഹചര്യമാണോ പിൽസ് കയ്യിൽ പിടിച്ച് ആണുങ്ങളുടെ കൂടെ കിടക്കാൻ പോകുന്ന പെണ്ണിൻ്റെത്? അതോ കിടന്ന് തുള്ളുന്ന പുരുഷന്മാർ അറിയാൻ ആദ്യം അവളുടെ ശരീരശാസ്ത്രം അറിയുക. പെണ്ണിന് ആർത്തവമുണ്ട്. എല്ലാ 28 ദിവസത്തിനുള്ളിൽ 5 മുതൽ 8 വരെ ദിവസങ്ങളിൽ അതനുസരിച്ച് ഒരു പെണ്ണിന് അവളുടെ ഓവുലേഷൻ അറിയാം. എന്ന് വെച്ചാൽ നീയൊക്കെ പീഡനം എന്ന് പറഞ്ഞു തുള്ളുന്ന പോലെ അല്ല അവളുടെ കാര്യങ്ങൾ. അപ്പോ ഒരു ശരാശരി പെണ്ണ് അവളുടെ കാര്യത്തിൽ പൂർണ്ണ അറിവും വിവരവും ഉള്ളവളാണെന്നർത്ഥം. അപ്പോ കൂടത്തുള്ള നിന്റെ ഒന്നും സഹായം ആവശ്യമില്ല. ഒരു പെണ്ണിന് പൂർണ്ണമായും അവളെ നോക്കാൻ അറിയാം. അവൾ അറിയാതെ സമ്മതമില്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളെ ആണ് പീഡനം എന്ന് പറയുന്നത്. നിങ്ങൾ പരാമർശിക്കുന്ന ദിവ്യഗർഭം മനുഷ്യന്റേത് തന്നെയാണോ? ഇന്നത്തെ കാലത്ത് കന്നിമാസത്തിലെ പട്ടികൾ പോലും അറിവ് നേടി എന്ന് തോന്നുന്നു. അപ്പോഴാണോ ഇവിടെ ദിവ്യഗർഭം പറഞ്ഞു മൂങ്ങുന്നത്? ഓഡിയോ കേട്ടപ്പോൾ എടാ സുഹൃത്തെ എന്നാണ് പുരുഷൻ സംബോധന ചെയ്യുന്നത്. ഈ എഴുത്ത് വായിക്കുന്ന ഏതെങ്കിലും പെണ്ണ് അവൾ കാമുകിയോ ഭാര്യയോ പ്രണയിനിയോ ആവട്ടെ, കൂടെ കിടന്ന പുരുഷൻ, അവൾക്ക് ഗർഭമുണ്ടാക്കിയ പുരുഷൻ എപ്പോഴെങ്കിലും അവൾ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ സുഹൃത്തെ എന്നാവുമോ വിളിക്കുക? നിങ്ങൾക്കും പ്രണയം ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഉണ്ടായി കാണുമില്ലേ? പറഞ്ഞ വെറുമൊരു സുഹൃത്തെ എന്ന് വിളിക്കണമെങ്കിൽ ആ ബന്ധത്തിന്റെ ആഴം നോക്കൂ. രാഹുൽ നല്ലവനാണെന്ന് ഞാൻ പറയുന്നില്ല, പുണ്യാളൻ ആണെന്ന് പറയാൻ ഞാൻ ആളുമല്ല. പക്ഷേ ഇല വന്ന് മുള്ളയിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ആർക്കാണെന്ന് പെണ്ണ് സ്വയം ചിന്തിക്കൂ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്. അതായത് ഗർഭം വന്നിട്ട് കല്യാണം കഴിക്കുന്നതിലും നല്ലത് കല്യാണം കഴിച്ചിട്ട് ഗർഭിണിയാകുന്നതാണ് എന്നർത്ഥം. ഗർഭമൊക്കെ എന്നും കൂടെ നിൽക്കും എന്നുറപ്പുള്ള ഒരുത്തന്റെ താലി വീണതിന് ശേഷം നമ്മൾ യൂറോപ്പിലൊന്നുമല്ല. കേരളം അതിപ്പോഴും അത്രക്കങ്ങ് പുരോഗതി പ്രാപിച്ചിട്ടില്ല. കുറഞ്ഞ പക്ഷം ഗർഭത്തിന്റെ കാര്യത്തിലെങ്കിലും. ആരോപണം ആർക്ക് നേരെയും ആവാം. സത്യത്തിൽ ചതി പറ്റിയ ഒരു പെൺകുട്ടിയും അവൾ കുടുംബത്തിൽ പിറന്നവളാണെങ്കിൽ സീരിയൽ കഥ പോലെ പ്രത്യക്ഷപ്പെടില്ല. അവൾ നേരിട്ട് എപ്പോഴേ കേസ് കൊടുത്തിട്ടുണ്ടാവും. ഏത് വിധേനയും നീതി നേടിയിട്ടുണ്ടാവും. കാരണം തന്റെ മാനത്തിന് ഭംഗം വരാൻ ഒരു നല്ല പെൺകുട്ടി ഒരിക്കലും സമ്മതിക്കില്ല. ഇക്കാര്യം ഒരു പെണ്ണിനേക്കാൾ കൂടുതൽ ഇവിടെ കുരക്കുന്നവർക്ക് എങ്ങനെ അറിയാം? സുപ്രീം കോടതിയുടെ പുതിയ വിധി ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നോ എന്ന് പറയാൻ ഏതൊരു പെണ്ണും പഠിക്കണം. അല്ലാത്ത പക്ഷം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കരഞ്ഞ് ജീവിതം തീർക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഒരു കുറിപ്പ് തന്നെയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് പങ്കുവെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആണ് വിളിക്കുമ്പോഴേക്കും പോയി
ആണൊരുത്തിന് വന്നിട്ട് വിളിക്കുമ്പോഴേക്കും പോയി കിടന്നു കൊടുത്തിട്ട് പള്ളയിലാക്കിയിട്ട് വന്ന് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് ദീപ ജോസഫ് പറഞ്ഞു വെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ചില ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളിൽ ചില ചോദ്യങ്ങൾ കൂടി ഉയർത്തുന്നുണ്ട് ദീപ ജോസഫ്. രമേശ് ചെന്നിത്തലയെയും വി ഡി സതീശനെയും ഒന്നും എവിടെയും കണ്ടില്ലെന്ന് ദീപ ജോസഫ് പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യനെതിരെ ഈ പറയുന്ന അഴിഞ്ഞാട്ടക്കാരിയെ മുന്നിൽ നിർത്തി ഞാൻ പറയുന്ന വാക്കുകൾ ഒക്കെ ദീപ ജോസഫ് കുറിച്ച വാക്കുകളാണ് കേട്ടോ. ഞാൻ ആദ്യമേ അത് പറയാനുള്ള കാരണം, സ്വാഭാവികമായിട്ടും നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നതൊക്കെ ദീപ ജോസഫ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോഴും ദീപ ജോസഫിന്റെ ആ കുറിപ്പ് ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് വാളിൽ കിടപ്പുണ്ട്. അപ്പോ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാമനുഷ്യനെ അഴിഞ്ഞാട്ടക്കാരിയെ മുന്നിൽ നിർത്തി തേജോവധം ചെയ്ത് കരിവാരി തേച്ച് ഭിത്തിയിൽ ഒട്ടിച്ചപ്പോ അന്ന് സതീശനെയും രമേശ് ചെന്നിത്തലയെയും എവിടെയും കണ്ടില്ല. ഇന്ന് കുരക്കുന്ന പല ആളുകളെയും അന്ന് എവിടെയും കണ്ടില്ല. അന്ന് ഇവരുടെ വായിലെ നാവൊക്കെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു വെക്കുകയാണ് ദീപ ജോസഫ്. അതോടൊപ്പം ഈ ദീപ ജോസഫിന്റെ ഈ കുറിപ്പ്, അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണ് ഈ കുറിപ്പ് ഉയർന്നു വരുന്നതെങ്കിലും വളരെ വളരെ പ്രസക്തമായ ഒരു കുറിപ്പാണ്. ആ കുറിപ്പ് ഇന്ന് ഇപ്പൊ പ്രസക്തമാകുമ്പോ മറ്റൊരു വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്താണ് ആ വാർത്ത? കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്, 25-ാം തീയതി വന്ന വാർത്തയാണ്. അത് സുപ്രീം കോടതിയുടെ ഒരു വലിയ നിരീക്ഷണമാണ്, സുപ്രീം കോടതിയുടെ വലിയ ഒരു കണ്ടെത്തലാണ്. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷം ബലാത്സംഗ കേസ് പറ്റില്ല എന്ന് പറഞ്ഞാൽ പീഡനമാവില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇതിന് ആധാരമായ കാര്യം എന്ന് പറഞ്ഞത്, വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്ത് ഗർഭം അലസിപ്പിച്ചെന്ന കേസ് തള്ളി സുപ്രീം കോടതി. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ നമ്മളൊക്കെ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങള് വലിയ രീതിയിൽ കൊണ്ടു നടന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവിനെ വേട്ടയാടാൻ വേണ്ടി പറയുന്ന ഈ കാര്യങ്ങൾ ആരോപണങ്ങൾ മാത്രമാണ്. ദീപ ജോസഫ് പറഞ്ഞ ഒരു കാര്യത്തിൽ അത് വളരെ ശ്രദ്ധേയമാണ്. പെണ്ണാണെങ്കിൽ, തന്റെ മാനത്തിന് വിലയുണ്ടെന്ന് സ്വയം വിശ്വസിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ, നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളിൽ മിക്ക ആളുകളും അങ്ങനെയാണ്, തന്റെ മാനത്തിന് വിലയുണ്ടെന്ന് വളരെയധികം വിശ്വസിക്കുകയും ആ മാനത്തിന് വില പറയുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്ത്രീകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. പക്ഷെ അതിലും ചില ആളുകൾ, അത്തരക്കാരുടെ കൂട്ടത്തിൽ എണ്ണാൻ കഴിയാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അപ്പോ ദീപ ജോസഫ് പറയുന്നത്, പെണ്ണാണെങ്കിൽ, മാനത്തിന് വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ, യഥാർത്ഥ പെണ്ണാണെങ്കിൽ, അവൾ എന്നേ പരാതി കൊടുത്തേനെ, അവൾ എന്നേ നീതി നേടിയെടുത്തേനെ എന്നാണ് ദീപ ജോസഫ് പറയുന്നത്. യെസ്, അത് തന്നെയല്ലേ ഇതിന്റെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. ആദ്യത്തെ ആരോപണം വന്നിട്ട് ഇന്നേക്ക് 3 മാസത്തിലധികം കഴിയുന്നു. 3 മാസത്തിലേറെയായിട്ടും ഇന്ന് നിമിഷം വരെ അത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഗർഭത്തിന്റെ രീതിയിൽ ഇങ്ങനെ പുകമറകൾ ഉണ്ടാക്കുകയല്ലാതെ നിയമത്തിന്റെ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ എന്തേ ആരും തയ്യാറാവാത്തത്? ഞാൻ നടിയാണ്, ഞാൻ കണ്ടു, ഞാൻ മാത്രം കണ്ടു എന്നൊക്കെ പറഞ്ഞ വ്യക്തികളെ നമ്മൾ കണ്ടതാണല്ലോ. ഇവരെയൊക്കെ പോലീസ് അങ്ങോട്ട് സമീപിച്ച്, അന്വേഷണ ഉദ്യോഗസ്ഥർ അങ്ങോട്ട് സമീപിച്ച് നിങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകാൻ തയ്യാറാവണമെന്ന് പറഞ്ഞപ്പോ ഇവരൊക്കെ എന്താണ് ചെയ്തത്? ഇവരൊക്കെ കൈയൊഴിയുന്നതല്ലേ നമ്മൾ കണ്ടത്. ഞങ്ങൾ നിയമ നടപടിക്കില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയുന്ന ആളുകളെയല്ലേ കണ്ടത്. ഇതാണോ പെണ്ണിന്റെ മാനം എന്ന് പറയുന്നത്? ഇതാണോ പെണ്ണിന്റെ അന്തസ് എന്ന് പറയുന്നത്? ആ ചോദ്യം തന്നെയാണ് ദീപ ജോസഫും എടുത്തുയർത്തുന്നത്. ഒരു നല്ല കുടുംബത്തിൽ, ദീപ ജോസഫ് ഉപയോഗിച്ച വാക്കുകളാണ് ഞാൻ പറയുന്നത്, ഒരു നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണാണെങ്കിൽ എന്നെ അവൾ പരാതി കൊടുത്തേനെ, എന്നെ അവൾ നീതി നേടിയെടുത്തേനെ എന്നാണ് ദീപ ജോസഫ് കുറിക്കുന്നത്. അതോടൊപ്പം ദീപ ജോസഫ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ആദ്യം നടക്കേണ്ടത് ആദ്യം നടക്കണം, പിന്നെ നടക്കേണ്ടത് പിന്നെ നടക്കണം എന്ന് പറഞ്ഞാൽ, ഗർഭിണി ആവേണ്ടതും കിടന്നു കൊടുക്കേണ്ടതും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെന്ന് ദീപ ജോസഫ് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുകയാണ്. അതല്ലാതെ എന്ന് പറഞ്ഞാൽ കിടന്നുകൊടുത്ത് പള്ളയിലാക്കിയിട്ടല്ല താലി കെട്ടേണ്ടത്. താലി കെട്ടി ഇവൻ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം അത് ഉണ്ടാക്കി എടുത്തിട്ട് വേണം കിടന്നു കൊടുക്കാനും പള്ളയിൽ ഉണ്ടാക്കാനും
എന്ന് പറയുകയാണ് ദീപ ജോസഫ്. അപ്പോ ദീപ ജോസഫിന്റെ വാക്കുകളിൽ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരുപാടധികം പ്രശ്നങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ദീപ ജോസഫ്, അതിനുള്ള ഉത്തരങ്ങളും ദീപ ജോസഫ് പങ്കുവെക്കുന്നുണ്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കുറിപ്പായിട്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഇതിനെ കാണുന്നത്. കിടന്നു കൊടുക്കുന്നതിന് മുമ്പ് താലി കെട്ടണം, കെട്ടിയിട്ട് വേണം കിടന്നു കൊടുക്കാൻ. ആണൊരുത്തൻ വന്ന് വിളിക്കുമ്പോഴേക്കും പോയി കിടന്നു കൊടുക്കലല്ല ഒരു പെണ്ണിന്റെ മാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ പുരുഷനെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് പറഞ്ഞു വെക്കുകയാണ് ദീപ ജോസഫ്.